സാർ, ഈ ശബരിമലയിൽ നടപ്പിലാക്കാൻ ശുപാർശ ചെയ്യപ്പെടുന്ന ഉന്നതാധികാര സമിതിയുടെ പദ്ധതിയിൽ ഈ വർഷത്തെ ഒരു അനുഭവത്തിൽ നമ്മൾ വല്ലാണ്ട് തിരക്ക് കൂടിയ സമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശബരിമലയിലെ വെർച്വൽ ക്യൂയുടെ നമ്പർ കുറച്ചു. പക്ഷേ അപ്പോഴേക്കും നിലയ്ക്കലാകട്ടെ, ഇപ്പോൾ എരുമേലി കണമല റോഡിലടക്കം ഈ വാഹനങ്ങൾ പോലീസ് തടഞ്ഞിടുകയുണ്ടായി. മണിക്കൂറുകൾ ആ സ്ഥലങ്ങളിൽ കിടക്കുന്ന സമയത്ത് വെള്ളം കുടിക്കാനില്ലാതെ, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യമില്ലാതെ ആളുകൾക്ക് ബുദ്ധിമുട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് പരിശോധിച്ച് വരും വർഷങ്ങളിൽ ഇങ്ങനെ ഈ സാഹചര്യം ഇവിടെ ഉണ്ടാകുമ്പോൾ മണിക്കൂറുകൾ ഈ വഴിയിൽ കിടക്കുന്ന ഈ പ്രത്യേകിച്ച് പോലീസ് തടഞ്ഞ സ്ഥലങ്ങൾ നമുക്കറിയാമല്ലോ, അവിടങ്ങളിൽ അതിനുള്ള സൗകര്യം ഒരുക്കണം. അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് അവരുടെ എല്ലാം ഭാഷയിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് പൊളിറ്റിക്കൽ അജണ്ട ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിച്ചു. പക്ഷേ സർക്കാരിന് നല്ലതല്ല, മൾട്ടി ലാംഗ്വേജ് തെറി നമ്മൾ കേൾക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കണം. അത് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ചില സ്ഥലത്ത് അങ്ങ് പറഞ്ഞ പോലെ എരുമേലി ചില സ്ഥലത്ത് വണ്ടി പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളമുണ്ടോ വെളിച്ചമുണ്ടോ അല്ലെങ്കിൽ മറ്റ് സൗകര്യമുണ്ടോ നോക്കാതെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെട്ടുടനെ തന്നെ ഇടപെടുകയുണ്ടായി. അതുകൊണ്ടാണ് കണ്ണമലയിൽ നിന്ന് പിന്നെ വണ്ടി പിടിച്ചിട്ടില്ല, ഒരു പ്രാവശ്യം മാത്രമേ പിടിച്ചിട്ടുള്ളൂ. അപ്പോൾ വണ്ടി പിടിച്ചിടുന്ന സ്ഥലത്ത് അവർക്ക് ഭക്ഷണം കിട്ടുമോ, വെള്ളം കിട്ടുമോ, ടോയ്ലറ്റ് സൗകര്യം ഉണ്ടോ എന്നതിന് ശേഷം മാത്രമാണ് വണ്ടി അവിടെ പിടിച്ചിടാൻ പാടുള്ളൂ എന്നുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തു. പോലീസ് തന്നെ കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തന്നെ ഭക്ഷണം കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. വെള്ളവും ബിസ്ക്കറ്റും എല്ലാം പോലീസ് തന്നെ അവരുടെ പോലീസ് വണ്ടിയിൽ എല്ലാ ഭക്തർക്കും എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സൗകര്യം ഉണ്ടായി. തെറി വിളിച്ചവർ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണോ അത് ചെയ്യട്ടെ. പക്ഷെ അതല്ല, ഭക്തർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതിരിക്കാൻ വേണ്ടിയുള്ള മുൻകരുതൽ എടുത്തിട്ടുണ്ട്, ഇനിയും എടുക്കും.